നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ ഡിസ്കഷൻ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം ഈ വേക്കിംഗ് കോൺഷ്യസ്നസ്, ഉണർന്നിരിക്കുന്ന അവസ്ഥയെ കുറിച്ചിട്ടാണ്. നമ്മൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടെങ്കിലും എല്ലാം ഈ ഫിസിക്കൽ ബോഡിയിലൂടെയാണ്, ശരീരത്തിലൂടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അതുപോലെ നമുക്ക് ആഴത്തിൽ ദീർഘ സുഷുപ്തിയിൽ ലഭിക്കുന്ന ശാന്തതയും എല്ലാം അനുഭവത്തിൽ വരുന്നത് ഈ ജാഗ്രത അവസ്ഥയിലാണ്. അപ്പൊ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഉയർച്ച, അത് തുടങ്ങുന്നതും അതിന്റെ എക്സ്പ്രഷൻ നടക്കുന്നതും ഈ ഫിസിക്കൽ ബോഡിയിലൂടെയാണ്. അപ്പോൾ ഫിസിക്കൽ ബോഡിയെ, ശരീരത്തെ ബോഡി ഓഫ് ഫ്ലഷ് എന്ന് പറഞ്ഞിട്ട് അതിനെ തിരസ്കരിക്കണം എന്ന് പറയുന്നതും അതിനെ അവഗണിക്കണം എന്ന് പറയുന്നതും അതിന്റെ പുൾസിനെ നമ്മൾ മറികടക്കാനായിട്ട് അതിനെ വേദനിപ്പിക്കണം എന്നെല്ലാം പറയുന്ന പല പല മെത്തേഡ്സും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും ആധ്യാത്മിക പദ്ധതിയിലുള്ള ചില ഡിസ്ട്രാക്ഷൻസ് ആണ് എന്നാണ് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ബോഡി, കാരണം ആ ഉയർന്ന തലത്തിലുള്ള സ്രോതസ് ബോധതലങ്ങളിലൂടെ വന്നിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ശരീരത്തിലൂടെയാണ്. നമ്മുടെ അനുഭവങ്ങളെല്ലാം എവിടെയാണ്? നമ്മൾ കേട്ടിട്ടുണ്ട് ആസ് എബവ് സോ ബിലോ. എങ്ങനെയാണോ അവിടെ സംഭവിക്കുന്നത് അതിന്റെ എക്സ്പ്രഷൻ ആണ് ഇവിടെ ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ സംഭവിക്കേണ്ടത്. അപ്പൊ എവിടേക്കോ തടസ്സങ്ങൾ വന്നിട്ട് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ തടസ്സങ്ങളെ മറികടക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ഫിസിക്കൽ ബോഡിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ആ സ്രോതസ്സായിട്ടുള്ള ഈശ്വരീയത മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫിസിക്കൽ ബോഡി ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യ ശരീരം. ഇപ്പൊ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുമ്പോൾ, നമ്മൾ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുമ്പോൾ, സഹജമാർഗത്തിൽ ശുദ്ധീകരണം, ധ്യാനം, പ്രാർത്ഥന, നമ്മൾ ഓർക്കേണ്ടത് ഇതെല്ലാം
ഈ ശരീരം ഉള്ളത് കൊണ്ട് മാത്രമാണ്. നമുക്ക് ഒരു സ്ഥലത്ത് പോയി ഇരിക്കാൻ സാധിക്കുന്നു, നമുക്ക് അഷ്ടാംഗ യോഗ പദ്ധതി ഏത് പദ്ധതിയാലും ഫോളോ ചെയ്യാൻ സാധിക്കുന്നു, നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നു. ഇതെല്ലാം ഒരു ബോഡി ഉള്ളത് കൊണ്ട് മാത്രമാണ്. നമ്മുടെ ശരീരത്തിന്റെ കൺട്രോള് ബ്രെയിനിന്റെ 2 ഹെമിസ്ഫിയേഴ്സ് ആണ് എന്ന് ന്യൂറോ സയൻസസ് പറയുന്നു. അതിൽ റൈറ്റ് ഹെമിസ്ഫിയർ സൂപ്പർ കോൺഷ്യസിന്റെ, അതായത് എബൌട്ട് ടു ബിലോ ഫ്ലോ, അതിന് ഹെൽപ്പ് ചെയ്യുന്നു. ലെഫ്റ്റ് ഹെമിസ്ഫിയർ നമ്മുടെ പേഴ്സണാലിറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ, ബിലോ ടു എബവ്, ഞാൻ എന്നുള്ള ബോധത്തിൽ ഒരു കാര്യത്തെ ചെയ്യാൻ സാധിക്കുന്നത് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ എന്തെല്ലാം അറിവ് കടന്നു വരുന്നുണ്ടെങ്കിലും അതൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പേഴ്സണാലിറ്റി, അതായത് ഞാൻ വേണം. അതുകൊണ്ടാണ് ഞാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏറ്റവും മാജിക് വേർഡ് എന്നാണ് ബുക്ക് ഓഫ് മിർദാദ് പറയുന്നത്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ശരീരത്തിന്റെ പ്രാധാന്യം നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം, ഒരു സംശയമില്ല. ശരീരശാസ്ത്രം. പക്ഷെ എന്തിനാണ് ഈ ശരീരശാസ്ത്രം പഠിക്കുന്നത്? എന്തിനാണ് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുന്നത്? ഇവിടെ ശരീരം ഹെൽത്തി ആക്കുന്നു, മനസ്സിനെ ഹെൽത്തി ആക്കുന്നു, ഹെൽത്തി മൈൻഡിനെ ഹെൽത്തി ബോഡി. ഇനി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്താണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇതൊരു പുഴ പോലെയാണ്, എക്സ്പ്രഷൻ തന്നെ ഒരു നദി പോലെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ശരീരത്തിന്റെ കോശങ്ങൾ വന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ടൊരു ഫ്ലോ ആണ്, ഒന്നും ശാശ്വതമല്ല. ഉള്ളിലുള്ള ചിന്തകൾ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു, അറിവുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു, ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കൂടുതൽ 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 ഉയർന്ന തലങ്ങളിലേക്ക് നമ്മുടെ ഈ ഫ്ലോ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ നമ്മൾ പതുക്കെ ഹയസ്റ്റ് എക്സ്പ്രഷൻ ഈ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും, ക്യാരക്ടറായിട്ട്. അതുകൊണ്ടാണ് എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ക്യാരക്ടർ എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞത്. അപ്പൊ ഈ ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ വളരെ ഊന്നി പറയേണ്ട കാര്യമാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആസ് ബിലോ സോ എബവ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ആസ് എബവ് സോ ബിലോ, നമ്മൾക്ക് ലഭിക്കുന്ന ആ ഫ്ലോ ആണ് ഇവിടെ നിലനിർത്തുന്നത്, അത് സത്യമാണ്. പക്ഷെ ആ ഫ്ലോ യൂട്ടിലൈസ് ചെയ്തിട്ട് ഇവിടെ പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കോഓപ്പറേറ്റ് ചെയ്യണം. ഓരോ വ്യക്തിയും ഉള്ളില് ഒരു യഥാർത്ഥത്തിലുള്ള പ്യൂരിഫിക്കേഷൻ കൊണ്ടുവരികയാണെങ്കിൽ, ഉയർന്ന ബോധത്തിലേക്ക്, ഉയർന്ന ബോധം എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ ക്രിയേഷനെ ഉൾക്കൊള്ളാൻ തക്കോണം നമ്മുടെ അറിവിനെ എക്സ്പാൻഡ് ചെയ്യാം. അതിനാണ് വിസ്ഡം എന്ന് പറയുന്നത്. അപ്പൊ സ്നേഹം എക്സ്പാൻഡ് ചെയ്യും. വിസ്ഡം ഉണ്ടാകുമ്പോൾ സ്നേഹം ഉണ്ടാവും, സ്നേഹം ഉണ്ടാകുമ്പോഴേ വിസ്ഡം ഉണ്ടാവും. ചാരിജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, ലവ് മേക്സ് അണ്ടർസ്റ്റാൻഡിങ് പോസിബിൾ. നേരെ മറിച്ച് അണ്ടർസ്റ്റാൻഡിങ് വിൽ നോട്ട് മേക്ക് ലവ് പോസിബിൾ. നമ്മൾ തിരിച്ച് വിചാരിക്കുന്നു, കുറെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്നേഹം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, കുറെ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ബോധം ഇമ്പ്രൂവ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അത് സംഭവിക്കുന്നില്ല. കാരണം ആദ്യം വരേണ്ടത് അറിവ്, ബോധം, സ്നേഹം. അതാണ് യഥാർത്ഥത്തിൽ അറിവ്. അത് ലഭിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും പഠിക്കണം. അപ്പോൾ നമുക്ക് ഉയർന്ന ബോധത്തിലേക്കുള്ള ആ യാത്ര സംഭവിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്ന ദൃശ്യങ്ങൾ മാറുന്നു, നമ്മളിവിടെ ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്മുടെ ലോകവും മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ എക്സ്പ്രഷൻസും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആദ്യം വരേണ്ടത് ബോധമാണ്, ഉയർന്ന സ്നേഹമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്നേഹമാണ് ആദ്യം നൽകേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആദ്യം ലഭിക്കേണ്ടത് ആ സ്നേഹമാണ്. പേരൻസ് നൽകിയിട്ടുള്ള സ്നേഹം അത് അൺകണ്ടീഷണൽ ആവണം. ആ സ്നേഹം ലോകത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന തക്കോണം വളരണം, മാറണം, സ്വാർത്ഥമായി മാറരുത്. അങ്ങനെയാണെങ്കിൽ ആ സ്നേഹം സെൽഫിഷാണ്, അത് യഥാർത്ഥത്തിലുള്ള ഉയർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാം, നീ പഠിക്ക്, മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട, കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്. നമ്മൾ ഉബുണ്ടു എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞു. ഐ ആം ബിക്കോസ് വി ആർ ഉബുണ്ടു. അപ്പൊ നമ്മുടെ ഈ നിലനിൽപ്പിന്റെ കാരണം ഈ ലോകമാണ്. അതുപോലെ തന്നെ നമ്മുടെ നിലനിൽപ്പിന്റെ മുകളിൽ, നമ്മുടെ ഉയർച്ചയുടെ മുകളിലാണ് ഈ ലോകത്തിന്റെ ഉയർച്ച. ഇത് രണ്ടും തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. അപ്പൊ കുട്ടികളിൽ യഥാർത്ഥത്തിലുള്ള സ്നേഹം വളരണം എന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സ്നേഹത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് ഹാർട്ട്ഫുൾനെസ്സിൽ മെഡിറ്റേഷനും ശുദ്ധീകരണത്തിനും ഒക്കെ പ്രാധാന്യം നൽകുന്നത്. ഓരോ സ്കൂളുകളിലും
ഈ തരത്തിൽ മെഡിറ്റേഷൻ സെഷൻസ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു സ്ഥലം കണ്ടെത്തണം. രാവിലെ തുടങ്ങുന്നത് മെഡിറ്റേഷനിലൂടെ ആയിരിക്കണം. ഉയർന്ന ആ ബോധത്തിലേക്ക് കണക്ട് ചെയ്തിട്ടാവണം, ഉയർന്ന സ്നേഹത്തിലേക്ക് കണക്ട് ചെയ്തിട്ടാവണം. ഈശ്വരൻ എന്നുള്ള പദം ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു തത്വമുണ്ട് എന്നുള്ള ബോധം ജീവിതത്തിൽ വേണം. അത് എക്സ്പ്രസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാവണം. എന്നിട്ട് പഠിക്കാൻ പോകണം. അപ്പോൾ പഠിക്കുന്ന അറിവുകൾ കൂടുതൽ അസിമുലേറ്റ് ചെയ്യാനും കൂടുതൽ ഉയർന്ന നോളജിലേക്ക് ഉയരാനും ആ ലഭിക്കുന്ന നോളജ് ലോകത്തിന് നന്മയ്ക്ക് ഉപയോഗിക്കാനും കുട്ടികൾക്ക് സാധിക്കും. അത് കുട്ടികളുടെ കാര്യം മാത്രമല്ല, എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഉള്ളതാണ്. നമ്മളെല്ലാവരും കുട്ടികളാണ്. അപ്പോൾ സ്കൂളുകളിലായാലും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലായാലും വീടുകളിലായാലും ദിവസം തുടങ്ങേണ്ടത് മെഡിറ്റേഷനിലൂടെയാണ്. പ്രത്യേകിച്ച് ഒന്നിച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഇൻഡിവിജ്വൽ മെഡിറ്റേഷൻ വേണം. എല്ലാവരും ഒരുമിച്ചിരുന്ന് കുറച്ചു നേരം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുക. സ്നേഹത്തിൽ ആ ഉയർന്ന വൈബ്രേഷൻ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക. അതിനുശേഷം എന്ത് പ്രവൃത്തിയാണ് അതിൽ ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ നമുക്ക് ലോകം മാറുന്നത് കാണാൻ സാധിക്കും. അത്ഭുതകരമായ മാറ്റം കാണാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷന് വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.